നമ്മുടെ ഇന്ത്യയിലെ പണക്കാരായിട്ടുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാകും. എന്നാൽ അതേസമയം പണക്കാരായിട്ടുള്ള ഭിക്ഷാടകരെ കുറിച്ച്, പിച്ചക്കാരെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ കോടീശ്വരന്മാരായിട്ടുള്ള കുറച്ച് ഭിക്ഷാടകരെയാണ് നിങ്ങൾ ഇന്നീ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. പഴയ കാലത്തെ പോലെ ഇന്ന് നമ്മുടെ വീടുകളിലും മറ്റും അങ്ങനെ ഇത്തരം ഭിക്ഷാടകരെ പൊതുവെ അങ്ങനെ കാണാറില്ല. എന്നാൽ അതേസമയം നമ്മൾ പുറത്തേക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, റോഡരികിൽ ഇവിടെയൊക്കെയാണ് ഇന്ന് ഇവരെ കൂടുതലും കണ്ടുവരുന്നത്. എന്നാൽ അവരുടെ സങ്കടങ്ങളും മറ്റും കാണുമ്പോൾ നമ്മൾ നേരെ പണം എല്ലാം എടുത്തു കൊടുക്കാറുമുണ്ട്. എന്നാൽ ഇത്തരം ഭിക്ഷാടകരുടെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ വരുമാനം എത്രയായിരിക്കുമെന്ന് നിങ്ങളിൽ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? 2005 കാലത്ത് ഹൈദരാബാദിൽ ഇത്തരത്തിലുള്ള ഒരു സർവേ നടന്നിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ ഇവർക്ക് അറിയാനായിട്ട് സാധിച്ചത് ഹൈദരാബാദ് എന്ന നഗരത്തിൽ നിന്ന് മാത്രം ഇത്തരം ഭിക്ഷാടകർ സമ്പാദിക്കുന്നത് 15 കോടി രൂപക്ക് മുകളിലാണെന്നാണ്. ഇന്ത്യയിലെ സമ്പന്നരായിട്ടുള്ള ഭിക്ഷാടകരിൽ ഒന്നാമതായിട്ട് വരുന്നത് ഭരത് ജെയിൻ. മുംബൈയിലുള്ള CCT റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ ആസാദ് മൈതാൻ എന്നിങ്ങനെയുള്ള തിരക്കേറിയ സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ കാണാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഇദ്ദേഹത്തിന്റെ ആസ്തി സമ്പത്ത് നോക്കുകയാണെങ്കിൽ $1 മില്യൺ അഥവാ 7.5 കോടി രൂപക്ക് മുകളിലാണ് ഇന്നത്തെ ഭരത് ജെയിന്റെ ആസ്തി എന്ന് പറയുന്നത്. 54 വയസ്സ് പ്രായമാണ് ഇന്ന് ഇദ്ദേഹത്തിനുള്ളത്. ഭരതന്റെ കുടുംബം എന്നത് ഇദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. ഇതിനാലൊക്കെ തന്നെ ശരിയായ രീതിയിലുള്ള വിദ്യാഭ്യാസം നേടാനായിട്ട് ഇദ്ദേഹത്തിന് സാധിക്കാതെ വരികയാണ്. ഇങ്ങനെയാണ് ഭരത് ഒടുവിൽ ഭിക്ഷാടനത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. 40 വർഷത്തിലേറെയായി ഭരത് തന്റെ ഭിക്ഷാടനം ഇങ്ങനെ തുടങ്ങിയിട്ട് ദിവസം 10 മുതൽ 12 മണിക്കൂർ വരെയൊക്കെ തന്റെ ഭിക്ഷാടനം ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് 2000 മുതൽ 2500 രൂപയോളമാണ്. ഇതിനാൽ തന്നെ ലീവ് എടുക്കാതെ ജോലി ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത് 60,000 രൂപ മുതൽ 75,000 രൂപയോളമാണ്. ഇനി ഇദ്ദേഹത്തിന് ഇത്തരമൊരു ഭിക്ഷാടനം കൂടാതെ മുംബൈയുടെ പല ഭാഗങ്ങളിലായിട്ട് ധാരാളം സ്വത്ത് വകകളുണ്ട്. മുംബൈയിലെ പാരൽ സ്ട്രീറ്റിലായിട്ടുള്ളത് 1,20,00,000 രൂപ മൂല്യമുള്ള 2 BHK ഫ്ലാറ്റുകളാണ്. അത് കൂടാതെ മുംബൈയിലെ താനെ എന്ന നഗരത്തിൽ 2 ഷോപ്പുകൾ ഇദ്ദേഹത്തിനുണ്ട്. ഇതിൽ നിന്നും മാസം 30,000 രൂപയോളമാണ് വാടകയായിട്ട്, റെന്റായിട്ട് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഇതൊന്നും കൂടാതെ വലിയൊരു വീടും ധാരാളം സ്ഥലങ്ങളും കുറച്ചധികം പണം ബാങ്ക് ഡെപ്പോസിറ്റും ഇന്ന് ഇദ്ദേഹത്തിനുണ്ട്. എന്നിരുന്നാലും ഇദ്ദേഹം തന്റെ ഭിക്ഷാടനം ഇങ്ങനെ തുടരുന്നത് ഒരു പ്രൊഫഷണൽ ആയിട്ട്, ഒരു പാഷൻ എന്ന നിലക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനായിട്ടുള്ള ഭിക്ഷാടകരിൽ നിങ്ങൾക്ക് ആദ്യ സ്ഥാനത്ത് തന്നെ ഭരത് ജെയിനെ കാണാവുന്നതാണ്. രണ്ടാമതായിട്ട് വരുന്നത് ലക്ഷ്മി ദാസ്. 16-ാമത്തെ വയസ്സു മുതൽ കൊൽക്കത്തയുടെ പല തിരക്കു പിടിച്ച നഗരങ്ങളിലും ഭിക്ഷാടനം ആരംഭിച്ചതാണ് ലക്ഷ്മി ദാസ് എന്നത്. ഇനി ഇവരുടെ ആസ്തി നോക്കുകയാണെങ്കിൽ 1 കോടി രൂപക്ക് മുകളിലാണ് ഇന്നത്തെ ഇവരുടെ സമ്പത്ത് എന്ന് പറയുന്നത്. 50 വർഷത്തിലേറെയായി ഇവരിന്ന് ഇത്തരം ഭിക്ഷാടനം തുടങ്ങിയിട്ട്. ഇന്ന് ലക്ഷ്മിയുടെ ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത് 35,000 രൂപയോളമാണ്. ഒരു ദിവസം ഇവര് 91 കിലോഗ്രാം ഭാരമുള്ള വലിയ അളവിലുള്ള നാണയങ്ങൾ തന്റെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നപ്പോഴാണ് ഇവരെ കുറിച്ച് പുറം ലോകം അറിയുന്നത്. 10 ദിവസത്തോളം സമയം വേണ്ടി വന്നു ബാങ്കിലെ ഉദ്യോഗസ്ഥർക്ക് ഇവരുടെ മുഴുവൻ നാണയങ്ങളും ഇങ്ങനെ എണ്ണി തീർക്കാനായിട്ട്. ഇവരുടെ ഒരു കാലിന് പോളിയോ ബാധിച്ച് നടക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു. ഇത്രയേറെ സമ്പാദ്യം ഉണ്ടായിരുന്നിട്ടും ലക്ഷ്മിദാസ് ഇപ്പോഴും തന്റെ ചിലവുകൾക്കായിട്ട് പണം കണ്ടെത്തുന്നത് ഭിക്ഷാടനത്തിലൂടെ തന്നെയാണ്. മൂന്നാമതായിട്ട് വരുന്നത് കൃഷ്ണകുമാർ ഗീതെ. മുംബൈയിലെ ചാർണി റോഡിലാണ് ഇദ്ദേഹം അധികവും ഭിക്ഷാടനം നടത്തി വരുന്നത്. ശരാശരി ഒരു ദിവസം ഇദ്ദേഹം സമ്പാദിക്കുന്നത് 1,500 രൂപക്ക് മുകളിലാണ്. മുംബൈയിൽ ഇദ്ദേഹത്തിന് 5 ലക്ഷം രൂപയോളം വില വരുന്ന ഒരു ഫ്ലാറ്റ് തന്നെ സ്വന്തമായിട്ടുണ്ട്. ഇത് അദ്ദേഹം വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. സൊപ്പായിലെ ഒരു സ്ട്രീറ്റിലാണ് ഇദ്ദേഹം തന്റെ സഹോദരനോടൊപ്പം താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഈ പറഞ്ഞ സഹോദരനാണ്. നാലാമതായിട്ട് വരുന്നത് പപ്പു കുമാർ. ഇന്ത്യയിലെ 4ാമത്തെ വലിയ പണക്കാരനായിട്ടുള്ള ഭിക്ഷാടകനാണ് പപ്പു എന്നത്. ബീഹാറിലുള്ള പട്ന എന്ന നഗരത്തിലും അതുപോലെ റെയിൽവേ സ്റ്റേഷനിലുമാണ് ഇദ്ദേഹം
ഇദ്ദേഹം പൊതുവെ അധികവും ഭിക്ഷാടനം നടത്തി വരുന്നത്. ഒരു അപകടത്തിൽപ്പെട്ട് തന്റെ ഒരു കാലിന് സ്വാധീനം നഷ്ടപ്പെട്ടപ്പോഴാണ് പപ്പു ഭിക്ഷാടനത്തിനായിട്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത്. ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് 1,25,00,000 രൂപക്ക് മുകളിലാണ്. ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് 4 ബാങ്ക് അക്കൗണ്ടുകളും അതുപോലെ കുറച്ചധികം പണവും ഇദ്ദേഹം ഡെപ്പോസിറ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പണത്തിന് പുറമെ ഇദ്ദേഹത്തിന് പട്ന എന്ന നഗരത്തിന്റെ ഒരു ഭാഗത്തായിട്ട് വലിയൊരു വീടും അതുപോലെ ധാരാളം സ്ഥലങ്ങളും സ്വന്തമായിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ ഇദ്ദേഹം ചെറുകിട കച്ചവടക്കാർക്ക് പണം വായ്പയായിട്ട് കടമായിട്ട് നൽകി വരുന്നു. ഇതെല്ലാം ഇദ്ദേഹം നേടിയെടുത്തത് ഈ പറഞ്ഞ ഇത്തരം ഭിക്ഷാടനത്തിലൂടെ തന്നെയാണ്. അഞ്ചാമതായിട്ട് വരുന്നത് മലാന ഖാൻ. ഇന്ത്യയിലെ പണക്കാരായിട്ടുള്ള ഭിക്ഷാടകരിൽ മറ്റൊരാളാണ് മലാന ഖാൻ എന്നത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞവരിൽ നിന്നും വ്യത്യസ്ത രീതിയിലാണ് ഇദ്ദേഹം ഭിക്ഷാടനം നടത്തി വരുന്നത്. സാധാരണയായിട്ട് ഓട്ടോറിക്ഷയിലാണ് ഇദ്ദേഹം ഭിക്ഷാടനത്തിനായിട്ട് എത്താറുള്ളത്. മുംബൈയിലുള്ള തിരക്കു പിടിച്ച സ്ഥലങ്ങളിലും അതുപോലെ വലിയ സെലിബ്രിറ്റികളും പണക്കാരുമെല്ലാം എത്തുന്ന 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മുമ്പിലൊക്കെ ഇദ്ദേഹം അധികവും ഇങ്ങനെ ഭിക്ഷാടനം നടത്തി വരുന്നത്. രാവിലെ 8 മണി മുതൽ രാത്രി 9 വരെയാണ് ഇദ്ദേഹത്തിന്റെ ഭിക്ഷാടന സമയം എന്ന് പറയുന്നത്. ഇതിലൂടെ ഇദ്ദേഹം ഒരു ദിവസം സമ്പാദിക്കുന്നത് 1000 മുതൽ 2000 രൂപയോളമാണ്. മുംബൈയിലെ അന്തേരി എന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിന് 2 BHK അപ്പാർട്ട്മെന്റുകളുണ്ട്. ഇതെല്ലാം ഇദ്ദേഹം വാടകക്കായിട്ട് നൽകിയിരിക്കുകയാണ്. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്നത്തെ മലാന ഖാന്റെ ആസ്തി എന്ന് പറയുന്നത് 40 ലക്ഷം രൂപക്ക് മുകളിലാണെന്നാണ്. ആറാമതായിട്ട് വരുന്നത് സർവദിയ ദേവി. ബീഹാറിലെ പട്ന എന്ന നഗരത്തിലെ മറ്റൊരു യാചിക്കുന്ന വൃദ്ധയാണ് സർവദിയ ദേവി എന്നത്. 25 വർഷത്തിലേറെയായി ഇവര് ഇങ്ങനെ ഒരു ഭിക്ഷാടനം തുടങ്ങിയിട്ട്. ഇന്ന് ഇവരുടെ ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് 1000 മുതൽ 1500 രൂപയോളമാണ്. അതായത് ശരാശരി ഒരു 50,000 രൂപക്കടുത്താണ് ഇവരുടെ ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത്. അത് കൂടാതെ ഭിക്ഷ എടുക്കാനായിട്ട് കഴിയാതെ വരുമ്പോൾ പ്രായമാകുമ്പോൾ മറ്റാരെയും ആശ്രയിക്കാതിരിക്കാനായിട്ട് സർവദിയ ദേവി എന്ന ഇവർക്ക് 3 ലക്ഷം രൂപയുടെയും അതുപോലെ 1 ലക്ഷം രൂപയുടെയും വിലയുള്ള 2 ലൈഫ് ഇൻഷുറൻസ് പോളിസികളിൽ ഇന്ന് ഇവർക്ക് നിക്ഷേപമുണ്ട്. ഇന്ന് ഇവരെ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും സമ്പത്തുള്ള ഭിക്ഷാടകരുടെ ലിസ്റ്റിൽ ആദ്യ സ്ഥാനത്തു തന്നെ കാണാവുന്നതാണ്. ഏഴാമതായിട്ട് വരുന്നത് സംഭാജി കാലെ. മുംബൈയിലെ തന്നെ മറ്റൊരു ധനികനായ ഭിക്ഷാടകനാണ് സംഭാജി കാലെ എന്നത്. മറ്റുള്ളവരെ പോലെ ഇദ്ദേഹം ഒറ്റക്കല്ല ഭിക്ഷ യാചിക്കുന്നത്. പകരം ഇദ്ദേഹത്തിന്റെ ഭാര്യയും 2 മക്കളും കൂടി എല്ലാവരും ഇത്തരത്തിൽ ഭിക്ഷാടനം നടത്തി വരുന്നു. ഇതിനാലൊക്കെ തന്നെ ഓരോരുത്തർക്കും ദിവസം 1500 രൂപ മുതൽ 2000 രൂപ വരെ ഒക്കെ പണം ലഭിക്കാറുണ്ട്. ഇനി ഇദ്ദേഹത്തിന്റെ സമ്പത്തിലേക്ക് കൂടുതൽ നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റിയുടെ പല ഭാഗങ്ങളിലായിട്ട് 2-3 ഷോപ്പുകള്, ഒരു വലിയ ഫ്ലാറ്റ് എന്നിവയെല്ലാം ഇന്ന് ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഇതെല്ലാം ഇദ്ദേഹം വാടകക്കായിട്ട് റെന്റിനായിട്ട് നൽകിയിരിക്കുകയാണ്. ഇദ്ദേഹം ഇങ്ങനെ ഭിക്ഷാടനം നടത്തുമ്പോൾ ഇദ്ദേഹത്തിന് പണം നൽകുന്ന ആരും ആലോചിക്കുന്നില്ല തന്നെക്കാൾ വലിയ പണക്കാരനാണ് ഇവിടെ ഭിക്ഷ യാചിക്കുന്നതെന്ന്. നമ്മൾ ഇവിടെ പറഞ്ഞ ആളുകൾ എന്നത് ടൈംസ് ഓഫ് ഇന്ത്യയും മറ്റും പുറത്തു വിട്ടിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇവരെ പോലെ തന്നെ ഓരോ മാസവും വലിയ രീതിയിൽ തന്നെ സമ്പാദിക്കുന്ന ധാരാളം ഭിക്ഷാടകർ ഇന്ന് നമ്മുടെ ഒരു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരിൽ ഒരുപാടധികം വലിയ പല കഷ്ടപ്പാടുകളും നേരിടുന്നവരെയും നമുക്ക് കാണാനാവുന്നതാണ്. അപ്പോ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അതുപോലെ തന്നെ ഭിക്ഷാടനത്തിനായിട്ട് പണത്തിനായിട്ട് ധാരാളം ഭിക്ഷാടന മാഫിയകളും ഇന്ന് ഉയർന്നു വരുന്നുണ്ട്. അപ്പോ വീഡിയോ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.